നമ്മുടെ ആക്ട്രസ് ഖുശ്ബു മാമിൻ്റെ ഈ ജിമിക്ക വിത്ത് മാറ്റി കണ്ടപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്കിതുപോലെ ഒരെണ്ണം വേണം എന്നുള്ളത്. അങ്ങനെ ഞാൻ തേടി പിടിച്ച് ഫൈനലി കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നൊരു കല്യാണം ഉള്ളതുകൊണ്ട് അതിന് ഇട്ടുകൊണ്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഞാനൊരു ബനാറസി സൽവാറാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിന് മാച്ച് ആയിരിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഫുൾ സ്റ്റോൺ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും അനിയത്തിയുടെ ഹസ്ബൻഡും കൂടെയാണ് പോണത്. പാപ്പും ബസ്സും സ്കൂളിൽ പോയി. ബിജുവിൻ്റെ വർക്കിൻ്റെ തിരക്കുള്ളതുകൊണ്ട് വന്നില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് ഓഡിറ്റോറിയത്തിലോട്ട്. ചിങ്ങം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാല് കാച്ചിൻ്റെയും കല്യാണങ്ങളുടെയും എൻഗേജ്മെൻറ്റുകളുടെയും ഒക്കെ ദിവസമാണ് കേട്ടോ. മിക്ക ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ കാണും. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി കല്യാണമൊക്കെ കണ്ടിട്ട് നമ്മുടെ മുഖ്യ കാര്യത്തിലോട്ട് കിടക്കുകയാണ് സദ്യ. കല്യാണത്തിന് വന്ന് സദ്യ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. അങ്ങനെ ഇലയിട്ട് എല്ലാ കറികളും വിളമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചൂട് ചമ്പാവരി ചോറും പരിപ്പും നെയ്യും കൂടെ ഇങ്ങനെ കൂട്ടി കുഴച്ച് വയലോട്ട് വെച്ച് കഴിക്കുമ്പോഴേക്കും സാമ്പാർ വരും. അത് കഴിയുമ്പോൾ നമ്മുടെ അടപ്രഥമൻ വരും. അതിങ്ങനെ പഴം കൂടെ കൂട്ടി കഴിക്കുമ്പോഴേക്കും കടലപ്പായസത്തിൻ്റെ ഒരു വരവുണ്ട് കേട്ടോ. അത് പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം സേമിയല്ല, നമ്മുടെ പാൽപ്പായസവും ബോളിയും. അതും കൂടെ കഴിച്ച് കഴിയുമ്പോഴേക്കും ആഹാ വയറ് ഫുള്ളായി ഇങ്ങനെ മത്ത് പിടിച്ച പോലെ ആവും കേട്ടോ. അങ്ങനെ ഒടുക്കത്തെ ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് ഒരു ജ്യൂസ് ഷോപ്പിൽ കയറി ഷേക്കൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.